ഇരട്ട സംഖ്യയുടെ തുക ഒരൊറ്റ സംഖ്യ ആയിരിക്കും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് അതേപോലെ നമ്പർ എടുത്തിട്ട് നോക്കിയാൽ മതി നിങ്ങൾ ശരിയാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ആണേ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, പലിശ, അതായത് സാധാരണ പലിശയും അതേപോലെ കൂട്ടുപലിശയും. ക്ലിയർ ആണ്? എന്താ സാധാരണ പലിശ അതേപോലെ കൂട്ടുപലിശ എന്ന് വെച്ചാൽ എന്താ നോക്ക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക്, മെയിനായിട്ട് നമ്മൾ ഈ പലിശയൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഒന്നെങ്കിൽ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിൽ നിന്ന് പലിശ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മൾ പലിശ അങ്ങോട്ട് കൊടുക്കേണ്ട കേസ് വരും. അപ്പോൾ ആ മെയിൻ രണ്ട് കേസിൽ കേട്ടോ. അപ്പോൾ ബാങ്ക് അല്ലാത്ത കേസിലൊക്കെ വരിക. ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അയാൾക്ക് പലിശ കൊടുക്കുന്ന രീതിയിലൊക്കെ വരാം. അപ്പം മെയിനായിട്ട് ഞാൻ ബാങ്കിൻ്റെ കേസ് കേട്ടോ. ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്. എന്താണ് ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ആ വ്യക്തി ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇത്ര എമൗണ്ട് പൈസ ഒരു ക്യാഷ് എടുക്കുവാണ്, കാശ് ലോൺ എടുക്കുവാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന കേസ്. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നോർമലി ആ എടുക്കുന്ന എമൗണ്ടിനെ പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയാം. ക്ലിയർ ആണേ? ലോൺ എടുക്കുന്ന, അതായത് നമ്മൾ എത്രയാണോ കടം വാങ്ങിക്കുന്നത് ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ. മലയാളത്തിൽ പറയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ മുതൽ. ഓക്കെ, എത്രയാണോ ലോൺ എടുക്കുന്നത്. ഇനി ചിലപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ ഇടുന്നതായിരിക്കും, നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയാണ് ആ മുതൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ബാങ്കിൽ ഇടുമ്പോൾ ബാങ്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കും. രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയണം. എത്ര വർഷത്തേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത്, അതേപോലെ എത്ര ശതമാനത്തിനാണ് ലോൺ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത്, അതാണ് എന്താ എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ എൻ എന്ന് കാണുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇനി എത്രയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ആർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പലിശ നിരക്കാണ്. അതായത് ഒരു വർഷത്തേക്ക് എത്ര ശതമാനം പലിശ നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇതെന്ന് ഉദ്ദേശിക്കുന്നത്, പലിശ നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ലോണിന് അപേക്ഷിച്ചു. അപ്പോൾ ലോണ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആണോ അടക്കേണ്ടത്, ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് അടക്കേണ്ടത്, ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്, PNR ഡിവൈഡ് ബൈ 100. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ ചിലപ്പോൾ ഈ ലെറ്റർ ഒന്നായിരിക്കില്ല വരുന്നത്. നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് തന്നെ ഫോളോ ചെയ്യും കേട്ടോ. ലെറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പഠിക്കുന്നതെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കൊടുക്കേണ്ട പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പി എന്ന് വെച്ചാൽ എന്താ, പ്രിൻസിപ്പൽ എമൗണ്ട്. എത്രയാണോ നിങ്ങൾ കാശ് അവിടെ നിന്ന് ലോൺ എടുത്തത്. എൻ, നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് നിങ്ങൾ ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ലോണിൻ്റെ പലിശ അടക്കുന്നത്. അപ്പോൾ ആ പലിശ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്രയാണോ പലിശ, വർഷത്തേക്ക് എത്രയാണോ പലിശ. ചിലത് 5% ആയിരിക്കും, ചിലത് 10% ആയിരിക്കും, ചിലത് 15% ആയിരിക്കാം. അപ്പോൾ അതാണ് സിമ്പിൾ എന്ത് ചെയ്യുന്നത്, ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P/N/R ഡിവൈഡ് ബൈ 100 ചെയ്താൽ എന്ത് കിട്ടും, എത്ര വർഷത്തേക്കുള്ളതോ ആ ഒരു എമൗണ്ടിനുള്ള, ആ പ്രിൻസിപ്പൽ എമൗണ്ടിനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, സാധാരണ പലിശ എന്നാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ ആ പറഞ്ഞ പോലെ തന്നെ, സിമ്പിൾ ഇൻട്രസ്റ്റ് പേര് പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒറ്റ ഇക്വേഷൻ ആണുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വൽ ടു P/N/R ഡിവൈഡ് ബൈ 100. P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ ലോൺ എടുത്ത എമൗണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ PNR ഡിവൈഡ് ബൈ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സാധാരണ പലിശ കിട്ടും കേട്ടോ. സാധാരണ അല്ലാത്ത പലിശയും ഉണ്ടാവും. നിങ്ങൾക്കറിയാം ചില ബാങ്കുകളിലൊക്കെ എന്തുണ്ടാവും, സാധാരണ പലിശ ഇല്ലാത്ത, അതായത് പലിശ നമ്മളോട് അടക്കം വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത വർഷം ഈ പലിശയും കൂടി ചേർത്തിട്ടുള്ള എന്ത് ചെയ്യും, പലിശക്ക് പലിശ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പലിശക്ക് പലിശ വരുന്നത്. ആ ഒരു കേസാണ് എന്ത്, കൂട്ടുപലിശയിൽ വരുന്നത്. കൂട്ടുപലിശ നമുക്ക് രണ്ടാമത്തെ ഒരു കേസിൽ പറയാം. ഓക്കെ, പലിശ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയൊരു ഇതില്ല, വെയിറ്റേജ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ചോദിക്കുന്ന കേസിലൊക്കെ എന്താണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് വിട്ടുപോരുത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഒരു 10-20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കി നിങ്ങൾ, ഒന്നുമില്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ ആദ്യം നിങ്ങൾ നോക്കേണ്ട എപ്പോഴും എന്താണെന്ന് അറിയോ, സാധാരണ പലിശയാണോ അല്ലെങ്കിൽ കൂട്ടു പലിശയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കണം.
ഓക്കെ, രണ്ടിനും രണ്ട് ഇക്വേഷനാണ്. അപ്പോൾ സാധാരണ പലിശ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ പലിശ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഇക്വേഷൻ? എസ് ഐ ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100. അപ്പോൾ എത്ര എമൗണ്ട് നോക്കാം? 8,500 രൂപക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്ക് പലിശയാണ് കാണേണ്ടത്, സാധാരണ പലിശയാണ് കാണേണ്ടത്. അപ്പോൾ പിയുടെ സ്ഥാനത്ത് പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? പി ഈക്വൽ ടു 8,500. എൻ എന്ന് വെച്ചാലോ, എൻ ഓരോന്നും ആ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന അതിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാ? 2 വർഷം. യെസ്. അടുത്ത ആർ എന്ന് പറയുമ്പോൾ ആർ റേറ്റ് 10%. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എസ് ഐ ഈക്വൽ ടു PNR/100 ആണ്. അപ്പോൾ PNR/100 ഓരോന്ന് ലെറ്റർ ആയിട്ട് കൊടുക്കുക. 8,500 ഇൻറ്റു എൻ എന്ന് പറയുന്നത് എത്രയാ അവിടെ? 2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 100. അപ്പോൾ 2 0 താഴ്ന്ന് 2 0 മുകളിൽ നിന്ന് പോകും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 85 ഇൻറ്റു 20 വരും അല്ലേ? 85 ഇൻറ്റു 20. അപ്പോൾ 85 ഇൻറ്റു 20 ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? 2 8 16 17 1700. അപ്പോൾ 1700 എന്ത്? 8,500 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, 1700. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കി, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഇക്വേഷൻ PNR/100. പി എന്ന് വെച്ചാൽ എത്രയാണോ നമ്മൾ എടുക്കുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന എമൗണ്ട് കേട്ടോ. കാരണം നമ്മൾ എടുത്താലും പലിശ കൊടുക്കണം, നിക്ഷേപിച്ചാൽ അവർ പലിശ ഇങ്ങോട്ട് തരും. അപ്പോൾ 2 കേസുണ്ട് പലിശ കിട്ടുന്നതിൽ. അപ്പോൾ പി എന്ന് വെച്ചാൽ ഒന്നുമില്ല, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, എത്ര വർഷത്തേക്ക്. ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യില്ലേ? നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു പലിശേൻ്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാലേ, പലിശേൻ്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ, അതായത് സാധാരണ പലിശയാണോ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ, കൂട്ടുപലിശയാണോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് പലിശ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടോ. എപ്പോഴും ഓർത്തുക്കണേ, കൂട്ടുപലിശക്ക് അവർ കറക്റ്റ് വ്യക്തമായിട്ട് പറയും. കൂട്ടുപലിശ എന്നുള്ളത് വ്യക്തമായിട്ട് പറയും. ജസ്റ്റ് നമ്മൾ പലിശ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സാധാരണ പലിശയാണ്. അപ്പോൾ സാധാരണ പലിശ ചിലപ്പോൾ പലിശ എന്ന് മാത്രമേ തരൂ, അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് തരൂ. ആ 2 രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ പലിശ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. പക്ഷേ കൂട്ടുപലിശയാണെങ്കിൽ കറക്റ്റ് അവർ എന്ത് ചെയ്യും? കൂട്ടുപലിശ എന്ന് തന്നെ തരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുമോ? 2,500 രൂപ 12% സാധാരണ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ യെസ്. അപ്പോൾ പലിശ എന്ന് നോക്കി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാധാരണ പലിശയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ആദ്യ ഇക്വേഷൻ ഏതോ? ഒന്നുമില്ല, ഇക്വേഷൻ ഇതേ ഉള്ളൂ, PNR/100. ഇതിൽ ഓരോന്ന് പിയും എന്നും ആറും എത്രയാണെന്ന് കൊടുത്താൽ മതി, നമ്മുടെ ആൻസറായി. ആൻസർ ഇതിലില്ല. നോക്കട്ടെ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നടന്ന എത്രയാ? 2,500. ഇപ്പോൾ 2,500 ഇൻറ്റു എന്ന് വെച്ചാൽ എത്രയാ? എത്ര വർഷത്തേക്കാണ് നോക്കണം? 3 വർഷത്തേക്ക്. അപ്പോൾ 3 ഇൻറ്റു 6 എന്ന് വെച്ചാൽ എന്താ? എത്ര ശതമാനമാണെന്നുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ഡിവൈഡ് ബൈ 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറന്നു വരുത്തേ. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഏകദേശം എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ മുകളിലുള്ള ഏകദേശം എമൗണ്ടും പൂജ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ 2 പൂജ്യം ആണെങ്കിൽ 2 പൂജ്യം മുകളിൽ പോയി. അപ്പോൾ എത്ര വരും ബാക്കി? 25 ഇൻറ്റു 3 ഇൻറ്റു 12 എന്ന് വരും. എന്ന് വെച്ചാൽ എത്രയാ? 25 ഇൻറ്റു 3 ഇൻറ്റു 12 എത്രയാ? 36. 25 ഇൻറ്റു 36 ചെയ്ത് എത്ര കിട്ടും? 25 ഇൻറ്റു 36 എത്രയാണ് വരുന്നത്? 6 5 30, 12 3 15, 15 6 7, 900 വരുന്നുണ്ടല്ലോ. കിട്ടൂലേ 900? ആ. അപ്പോൾ 900 ആണ് എന്ത് ചെയ്യുന്നത്? ആ കിട്ടുന്ന പലിശ. ഓക്കെ ആണേ. എപ്പോഴും പലിശ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ അവർ പലിശ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും?
പലിശയുടെ ഈ ഇക്വേഷനിൽ SIൻ്റെ സ്ഥാനത്ത്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള സ്ഥാനത്ത് പലിശ തന്നിട്ട് പലിശ ആ ഒരു എമൗണ്ട് അവിടെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ചിലപ്പോൾ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, എന്ത് ചോദിച്ചാലും 3 കാര്യങ്ങൾ ഇവിടെ തരും. ആ 3 കാര്യങ്ങൾ തന്നിട്ട് 4ാമത്തെ ഒരു ലെറ്റർ അവർ മിസ് ചെയ്യും, അതായത് ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഒന്നെങ്കിൽ സാധാരണ പലിശ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്ക്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം പലിശയിലാണെന്നുള്ളത്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, 3 എണ്ണം നമുക്ക് തരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. ആ ഒറ്റ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ഇപ്പോൾ പ്രതിവർഷം 8% നിരക്കിൽ സാധാരണ പലിശ. അപ്പോൾ ഞാൻ പറഞ്ഞു, വായിച്ചു നോക്കുമ്പോൾ തന്നെ സാധാരണ പലിശയാണോ കൂട്ടുപലിശയാണോ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പ്രതിവർഷം 8% നിരക്കിൽ സാധാരണ പലിശക്ക് 5000 രൂപ വായ്പ എടുത്ത ഒരാൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അല്ലേ, ഓരോന്ന് വായിച്ചു പോകുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇപ്പോൾ പ്രതിവർഷം 8% നിരക്കിൽ. ഇപ്പോൾ നമുക്കിവിടെ ഏത് ലെറ്റർ കിട്ടി, 6 കിട്ടിയില്ലേ. 6 എത്രയാ, 8%. പിന്നെന്താ, സാധാരണ പലിശയ്ക്ക് 5000 രൂപ വായ്പ എടുത്ത ഒരാൾ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി, അത്രയാ 5000. ഒരാൾ 3 വർഷം കഴിഞ്ഞ് അടക്കേണ്ട തുക. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സും കിട്ടി. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാ, 3 വർഷം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, 3 വർഷം കഴിഞ്ഞ് കടം വീട്ടാൻ അടക്കേണ്ട തുക എത്ര. അപ്പം 3 വർഷം കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും കുറച്ചൊന്ന് ചിന്തിക്കണം. ഈ കേസിലൊക്കെ 3 വർഷം കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ആ കട എടുത്ത തുകയും പിന്നെ അതിൻ്റെ പലിശയും കൂടി അടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിന് ഉണ്ടാകുന്ന പലിശ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ പലിശ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കട എടുത്ത തുക, ഇവിടെ കട എടുത്ത തുക എന്ന് പറയുന്നത് എത്രയാണ്, 5000 രൂപയാണ് വായ്പ എടുക്കുന്നത്. ആ 5000-നോട് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരിക, സാധാരണ പലിശ എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് 5000 രൂപക്ക് 8% നിരക്കിൽ കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറയുന്നത് എത്രയാണ്, 1200. ആ ഓക്കെ, ഒരാൾ 1200 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1200 ഓപ്ഷനിൽ ഉണ്ടെങ്കിലും തിരിച്ച് അതായത് കടം വീട്ടാൻ അടക്കേണ്ട തുക എന്ന് ചോദിച്ചു. ആ ഓക്കെ, അപ്പോൾ കടം വീട്ടാൻ അടക്കേണ്ട തുക എന്താ, 1200 പലിശയും കൊടുക്കണം. പിന്നെ കട എത്രയാണോ എടുത്തത്, 5000 രൂപ കട എടുത്തത്, 6200 എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ കേസിൽ സാധാരണ പലിശ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ PNR/100 ചെയ്യുക. PNR/100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, P എന്ന് പറയുന്നത് ഇവിടെ 5000 ആണ്. 5000 ഇൻറ്റു N 3 ഇൻറ്റു 6 8% ഡിവൈഡ് ബൈ 100. അപ്പോൾ 100 2 0 പോയി. അപ്പോൾ എത്ര കിട്ടും, 50 ഇൻറ്റു 3 ഇൻറ്റു 8, 3 ഇൻറ്റു 8 24. അപ്പോൾ 24 ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ 4 5 20 ഉണ്ടാവും, 2 5 10 12, 1200 രൂപ ഉണ്ടാവും. അതായത് 1200 രൂപയാണ് ഇവിടുത്തെ എന്ത്, പലിശ അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറയുന്നത് 1200 രൂപയാണ്. അപ്പോൾ തിരിച്ച് അടക്കേണ്ട തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടത് ഇത് മാത്രമല്ല, കട എടുത്ത തുക കൂടി തിരിച്ചടക്കണം അല്ലേ. കട എടുത്തത് 5000 രൂപ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം 5000 രൂപയും കൊണ്ട് തിരിച്ചെടുക്കണം. അപ്പോൾ 5000 1200 കൂടി ചേർത്താൽ എത്രയാവും, 6200 രൂപ എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. ക്ലിയർ ആണേ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണോ, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇപ്പോൾ തിരിച്ചടക്കേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മാറും. തിരിച്ചടക്കേണ്ട തുക ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ കട എടുത്തത് അതിൻ്റെ ഒപ്പം പലിശയും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഇനി എത്രയാണ് സാധാരണ പലിശ എന്ന് ചോദിച്ചാൽ സാധാരണ പലിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ആൻസർ അവിടെ കിട്ടും. ഇനി നോക്ക്, ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ചില 1 2 ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നേ ചോദിച്ചാൽ. ഇപ്പോൾ മാസത്തേക്ക് ഓക്കെ അല്ലെങ്കിൽ ദിവസത്തേക്ക് എന്ന രീതിയിൽ പലിശ ചോദിച്ചാൽ എത്ര രൂപ പലിശ കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം കണ്ട പലിശ എന്ന് പറയുന്നത് SI = എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, സിമ്പിൾ ഇൻട്രസ്റ്റ് P ഇൻറ്റു N ഇൻറ്റു R/100 പറയുന്നില്ലേ, അതിലൊക്കെ ഈ N എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പറഞ്ഞേ ഇയേഴ്സ് ആണ്. അതായത് വർഷമാണ് ഇവിടെ കൊടുക്കുന്നത്.
പക്ഷേ ചില കേസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വർഷം തരില്ല, 9 മാസം എന്നൊക്കെ തരുക. ഇതുപോലെ ഈ ക്വസ്റ്റ്യനിൽ പോലെ. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ദിവസം എന്നാണ് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല, ആ വർഷത്തിലേക്ക് മാറ്റി കൊടുക്കണത്. ആ എന്നിൻ്റെ സ്ഥാനത്ത് അവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, വർഷത്തിലേക്ക് മാറ്റി കൊടുക്കണം. എങ്ങനെയാണ് 9 മാസത്തെ വർഷത്തിലേക്ക് ആക്കുക? ഒരു വർഷം എന്ന് വെച്ചാൽ എത്രയാ? 12 മാസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ 9 മാസത്തേക്ക് എങ്ങനെയാണ് വർഷത്തിലേക്ക് മാറ്റുക? 9 മാസത്തെ ഒന്നുമില്ല, ഇത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിങ്ങനെയൊന്നും ചെയ്യണ്ട. ഈ 12 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 1/12 വർഷമാണ് എന്ത് ഒരു മാസം. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ വേണ്ട ഒരു മാസത്തല്ല, 9 മാസത്താണ് വേണ്ടത്. അപ്പോൾ 9 മാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഞാൻ 9 കൊണ്ട് ഗുണിച്ച് വലത് സൈഡിൽ, അപ്പോൾ ഇടത് സൈഡിൽ 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 9/12 വർഷമായിരിക്കും. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, വർഷത്തിന് നിങ്ങൾ മിനിറ്റിനെ ഹവറിലേക്ക് ആക്കാറില്ലേ? മിനിറ്റിനെ ഹവറിലേക്ക് ആക്കുമ്പോൾ എന്താ ചെയ്യാറ്? 60 കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്യുക മിനിറ്റിനെ ഹവറിലേക്ക് ആക്കുമ്പോൾ. അതേപോലെ മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ എത്ര കൊണ്ടായിരിക്കണം? 12 കൊണ്ടായിരിക്കണം. ഓക്കെ, മാസത്തെ എന്താ പറഞ്ഞത്? മാസത്തെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ എത്ര കൊണ്ടായിരിക്കണം? 12 കൊണ്ടായിരിക്കണം. കാരണം എന്താ? ഒരു വർഷം എന്ന് വെച്ചാൽ 12 മാസം, അത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എത്രയായിരിക്കും? പി എന്ന് പറയുന്നത് എത്രയാ? എത്ര ഇവിടെ? 1 10 100 1000 14 ലക്ഷം, 2,40,000. ഓക്കെ, ഇൻറ്റു അതാണ് പി. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, ഇവിടെ തന്നിരിക്കുന്ന 9 മാസമാണ്. അപ്പോൾ അതിനെ മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 9/12 കേട്ടോ. അത് മാത്രം ഓർത്തുവെച്ചാൽ മതി. അതായത് മാസം ചോദിച്ചെങ്കിൽ ഒരു /12 ഇട്ടാൽ അത് വർഷത്തിലേക്കായി. വേറെ മാറ്റമൊന്നുമില്ല ഇതിൽ. ഇൻറ്റു പിന്നെ 6 നടന്ന എത്രയാ? അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഒരിക്കലും. 6 നടന്ന 9%. അപ്പോൾ 9 ഡിവൈഡ് ബൈ ഒരു 100 ഇല്ല നമ്മൾ ഇക്വേഷനിൽ, PNR/100. അപ്പോൾ എന്ത് ചെയ്യണോ? അത് താഴെ 100 കൊടുത്തോണേ, അത് മറന്നു വരുത് പിന്നെ കൊടുക്കാൻ. PNR/100 100 എന്ത് ചെയ്യണം? താഴെ കൊടുക്കണം. അപ്പോൾ താഴെ ഒരു 12 വന്നിട്ടുണ്ടാവും, കാരണം 9/12 ചെയ്തപ്പോൾ ആ ഒരു ഹരിക്കുന്ന 12 താഴെ വന്നിട്ടുണ്ടാവും ഓൾറെഡി 100ൻ്റെ ഒപ്പമായിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്താൽ മതി, സംഭവം പെട്ടെന്ന് കഴിയുമോ? 2 0 പോയി 2 0 പോയി. ഇനി നോക്കിയാൽ 12 24 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന എത്രയാ? 2ഉം ഒരു 2 0 ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ബാക്കി 200 × 9 × 9 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 200 × 9 × 9 എത്രയാ? 81. ഓക്കെ, അപ്പോൾ 2 × 81 എന്ന് പറയുന്നത് 162 ഉണ്ടാവും, പിന്നെ 2 0. അപ്പോൾ എത്ര കിട്ടും? 16,200 എന്ന് കിട്ടും. ഓക്കെ, 16,200 ആണ് എന്ത്? 9 മാസത്തേക്കുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത്. 16,200. നോക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടത് മാസത്തിലെ 9 മാസത്തേക്കുള്ള പലിശ എന്നൊക്കെ ചോദിച്ചിട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? താഴെ ഇക്വേഷനിൽ എന്നിന് പകരം എന്ന് വർഷമാണ് കൊടുക്കേണ്ടത് ശരിക്കും, ആ വർഷത്തിന് പകരം വർഷത്തിലേക്ക് ആക്കിയിട്ട് കൊടുത്താൽ മതി മാസത്തിന്. ഓക്കെ, കുഴപ്പമുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആവാത്ത പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ. ഇനി നോക്ക്, ഇങ്ങനെ ചോദിച്ചാലോ? ദിവസത്തെ പലിശ ചോദിച്ചാലോ? എന്തായാലും നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഏതുകൊണ്ട് ഹരിക്കണമെന്നുള്ള നോക്കുന്നത് എപ്പോഴെന്താണ്? ഇപ്പോൾ മാസം 9 മാസം, അപ്പോൾ മാസവും വർഷവും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് നോക്കുക അല്ലേ? 12 മാസമാണ് ഒരു വർഷം, അപ്പോൾ ഹരിക്കേണ്ടത് 12 കൊണ്ടാണ്. ഇനി അടുത്തൊരു കേസിൽ നിങ്ങൾ നോക്കി നോക്ക്, 73 ദിവസത്തെ പലിശ എത്ര? അപ്പോൾ ദിവസവും വർഷവും തമ്മിലുള്ളൊരു ബന്ധം എന്താ വരുന്നത്? 365 ദിവസം കേട്ടോ. 365 ദിവസം. നോർമലി നമ്മൾ അങ്ങനെയാണ് എടുക്കുക. 366 വരുന്ന ദിവസമൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. അതിവർഷം നടന്ന 366 വരും. പക്ഷെ അതൊന്നും വേണ്ട, 365 ദിവസമാണ് നോർമലി നമ്മൾ ഒരു കേസിൽ എടുക്കുന്നത്. എപ്പോഴും 365 ദിവസമാണ് ഒരു വർഷം എടുക്കുന്നത്. അപ്പോൾ ദിവസത്തെ പലിശ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കൊണ്ടായിരിക്കും ഹരിക്കേണ്ടത്? അപ്പോൾ അവിടെ എത്ര കൊണ്ടായിരിക്കുമോ?
365 ഉണ്ട്. ഓക്കെ, ഇനി മാസത്തെ പലിശ ചോദിച്ചാൽ 12 ഉണ്ടായിരിക്കേണ്ടത്. ഈ രണ്ട് കേസേ ഉള്ളൂ ഇതിൽ. അതായത് ഇത്ര ദിവസത്തെ പലിശ അല്ലെ ഇത്ര മാസത്തെ പലിശ. അപ്പോൾ ഇത്ര മാസത്തെ എന്ന് ചോദിച്ചാൽ 12 കൊണ്ടായിരിക്കുക. ഇത്ര ദിവസത്തെ പലിശ എന്ന് വെച്ചാൽ 365 കൊണ്ടായിരിക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ദിവസത്തെ എന്ത് ചെയ്യാണ്, വർഷത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 365 ദിവസമാണ് ഒരു വർഷം. അപ്പോൾ എന്ത് ചെയ്യാണ്, 365 കൊണ്ട് ഹരിക്കുകയാണ്. വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100. പി എന്ന് വെച്ചാൽ എന്താ ഇവിടെ 6500. അപ്പോൾ 6500 ഇൻറ്റു എൻ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് വെച്ചാൽ എത്താ, ഇയേഴ്സ് അല്ല തന്നിരിക്കുന്ന എന്താ, ദിവസമാണ്. 73 ദിവസമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തിന് എന്തിലേക്ക് മാറ്റണോ, വർഷത്തേക്ക് മാറ്റണോ. അപ്പോൾ എത്ര ഉണ്ടായിരിക്കണം, 365 ഉണ്ടായിരിക്കണം. ഓക്കെ, നേരത്തെ മാസം തന്നുകൊണ്ട് നമ്മൾ 12 കൊണ്ടായിരിച്ച്, ഇവിടെ ദിവസം തന്നുകൊണ്ട് 365 കൊണ്ടായിരിച്ച്. വേറെ വ്യത്യാസം വരുന്നില്ല. ഇനി എന്താ, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ, 5%. ഡിവൈഡ് ബൈ ഒരു 100 ഉണ്ടല്ലോ. അപ്പോൾ ഡിവൈഡ് ബൈ 100 ഇതിൻ്റെ ഒപ്പം തന്നെ എഴുതണേ താഴെ. ഏതിൻ്റെ, 365 ഒപ്പം തന്നെ. എപ്പോഴും നിങ്ങൾ എപ്പോഴും തരുന്നില്ല, ഈ തന്നിരിക്കുന്ന ദിവസം നടന്നത് ഈ 365 ഹരിക്കാൻ പറ്റുന്ന നമ്പറായിരിക്കും കേട്ടോ. ആ രീതിയിലേ തരും. എപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോ, ആ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 365 ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറായിരിക്കും. ആ ദിവസം തന്നിരിക്കുന്നത് 73. 365 എത്ര പ്രാവശ്യം പോകും, 73 365 5 പ്രാവശ്യം പോകും. ഓക്കെ, കറക്റ്റ് നോക്കിയാൽ മതി. 73 × 5 നോക്കിയാൽ മതി. 3 5 15, പിന്നെ എന്താണ് 7 5 35, 1 36. അപ്പോൾ 365 കറക്റ്റായിട്ട് കിട്ടും. ആ 365 പോകുന്ന ഒരു നമ്പറാണ് തരുക കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് തരുക. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ആ ദിവസത്തെ പലിശ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. അപ്പോൾ 5 5 പിന്നെ വെട്ടിപ്പോയി അല്ലേ, മുകളിൽ ഒരു 5 ഉണ്ട്, താഴെ ഒരു 5 ഉണ്ട്. പിന്നെ നോക്കി 2 0 ഇവിടുന്ന് വെട്ടിപ്പോയി. പിന്നെ ബാക്കി വരുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാ, 65. ഓക്കെ, അപ്പോൾ 65 എന്ത്, 73 ദിവസത്തെ പലിശ എന്ന് പറയുന്നത്. നോക്കി, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. കുഴപ്പമുണ്ട. അപ്പോൾ ഇതിൽ ഒന്ന് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ പലിശയും അല്ലെങ്കിൽ തിരിച്ചടക്കേണ്ട എമൗണ്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു മോഡൽ നടന്നില്ല. ഇതൊക്കെ നിങ്ങളൊരു സാധാരണ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു മോഡൽ എന്ന് വെച്ചാൽ ഈ ഒരു മോഡലാണ്. ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം ഇക്വേഷൻ പഠിച്ചാൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടും. ഓക്കെ, എന്താ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്താ, ഇപ്പോൾ സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച ഒരു തുക എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും. ഓക്കെ, എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഇക്വേഷൻ ഉണ്ട്. ഇരട്ടിയാകുന്ന ഇക്വേഷനാണ് ഇത്, n = 100 / r. ഓക്കെ, ഇത് തിരിച്ചു ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ r ഇങ്ങോട്ട് എടുത്താൽ n അങ്ങോട്ട് പോകും, വലത്തോട്ടേക്ക് പോകും. അപ്പോൾ r = എങ്ങനെയും ചെയ്യാം, 100/n എന്ന് ചെയ്യാം. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 100 / n അല്ല 100 / r. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും, ഒരു ഇത്ര എമൗണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇരട്ടിയാകുന്നുണ്ട്. ഇപ്പോൾ 10 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുണ്ട്, അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുണ്ട്. അങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 100 / നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ അവർ തരുന്നത് എന്തായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് തരാം. ആ രണ്ടിലേതെങ്കിലും ഒന്ന് തരും. എന്നിട്ട് ഇരട്ടിയാകുന്നത് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇരട്ടിയാകുന്നതെന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ഇടത് സൈഡിൽ ഇക്വേഷൻ ഉപയോഗിക്കാവൂ. ഇനി അത് 3 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ 100 എന്നുള്ളത് 200 ആവും. ഇനി 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 200 എന്നുള്ളത് എന്താവും, 300 ആവും. അത് അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുക. അതാണ് ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താ, 100 / ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണേ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മോഡൽ. ഇപ്പം ഇത് നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്ക്. 5% സാധാരണ പലിശ നിരക്കിൽ
ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം? അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ഫസ്റ്റ് ഇവിടെ കാണുന്നത് ഇരട്ടി അല്ലെ ഇരട്ടി എന്ന് വെച്ചാൽ 2 മടങ്ങാണ്. അല്ലെ ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ഉണ്ടാവും, അല്ലെ 4 ഇരട്ടി ഉണ്ടാവും. സാധാരണ 3 ഇരട്ടി 4 ഇരട്ടി ഒക്കെ ചോദിക്കുന്ന കുറവാട്ടോ. ഇരട്ടി തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ, 3 മടങ്ങ് 4 മടങ്ങൊക്കെ ചോദിക്കുന്നത് കുറവാണ്. ഇരട്ടി തന്നെയാണ് ചോദിക്കുക. ഇരട്ടി എന്ന് വെച്ചാൽ ഡബിൾ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര വർഷം വേണം? അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ആണല്ലേ. നമ്പർ ഓഫ് ഇയേഴ്സ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ എത്രയാ ഇക്വേഷൻ? 100 ഡിവൈഡ് ബൈ 6. അപ്പോൾ 100 ഡിവൈഡ് ബൈ എത്ര? 5. 100 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ എത്രയാ? 20. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് ഇരട്ടി എന്നുള്ള വാക്കാണ്. ഇരട്ടി എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. കണ്ണുപൂട്ടി 100 ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന നമ്പർ എന്താണോ ആ നമ്പർ കൊണ്ട് ഹരിച്ചോളൂ. ഓക്കെ, അത് ചില കേസിൽ പലിശ നിരക്കായിരിക്കും ചോദിക്കുന്നത്, ചില കേസിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. ഇതല്ല, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പോൾ ഇരട്ടിയാകുന്ന കേസിലാണ് ഇത് ഉപയോഗിക്കാവും. ഇനി എന്താ 3 ഇരട്ടി എന്ന് വെച്ചാൽ 100ന് പകരം 200 ഉപയോഗിച്ചോണം കേട്ടോ. ഇതാണ് ഇക്വേഷൻ. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 100ന് പകരം എന്ത് ചെയ്യണോ? 200 ഉപയോഗിച്ചണം. ഇനി 4 ഇരട്ടി എന്നാണെങ്കിൽ എന്ത് ചെയ്യണോ? അവിടെ ആ സ്ഥാനത്ത് നമ്പർ സ്ഥാനത്ത് 300 ആക്കിക്കോണം. പക്ഷേ ഇത് ഈ ഒരു സെക്ഷൻ ചോദിക്കൽ കുറവാണ്. ഇരട്ടി തന്നെയാണ് എന്ത് ചെയ്യാറ് പൊതുവെ ചോദിക്കുന്ന കാണൽ. ഞങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 52, 68. ഇതാ, ഇത് നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാ. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ വേഗം പറ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ പോയിന്റ് എന്താണെന്നുള്ള മനസ്സിലാവണം കേട്ടോ. ഒറ്റ വടിക്ക് എന്ത് ചെയ്യണോ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇരട്ടി എന്നുള്ള വാക്ക് എന്ത് ചെയ്യണം? മൈൻഡിൽ തടയണം. ഇരട്ടി എന്ന് പറഞ്ഞാൽ പലിശ നിരക്കിൽ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇക്വേഷൻ നടന്നത് എന്താ? 100 ഡിവൈഡ് ബൈ എന്താണോ കാണേണ്ടത്. ഓക്കെ, എന്താ കാണേണ്ടത്? പലിശ നിരക്കാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ R ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ എന്താ? N. എത്ര ഉണ്ടാവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടന്നത്? 100 ഡിവൈഡ് ബൈ N നടന്നത് എത്രയാ? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാ? 10. അപ്പം 100 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 10% ഉണ്ടാവും. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. ഓക്കെ ആണേ. ഒരു മോഡലാണ്. ഇത് ഏകദേശം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ടൈപ്പ് മോഡലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടേം എന്താണെന്ന് വെച്ചാൽ ഇരട്ടിയാകുന്നു. ഓക്കെ, അപ്പോൾ ആ ഇരട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. 100 കൊണ്ട് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ആ നമ്പർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100ന് ഇവിടെ 10 തന്നിരിക്കുന്ന 10 വർഷമാണ്. അപ്പോൾ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. അതായിരിക്കും എന്ത്? പലിശ നിരക്ക്. നോക്കി, ഇതിൽ ഡൗട്ട് ഉണ്ടോ നോക്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ഇതിൽ മനസ്സിലാക്കിയില്ലേ നിങ്ങളൊന്നുകൂടി ചോദിക്കണേ. പറ, ഇതിൽ ക്ലിയർ ആവുന്നുള്ളതല്ലേ. ഒരു നിശ്ചിത തുക ഇത്ര വർഷത്തിൽ ഇരട്ടിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി തന്നിരിക്കുന്ന വർഷത്തിന്. ചിലപ്പോൾ അത് 5 ആയിരിക്കും, ചിലപ്പോൾ 10 ആയിരിക്കും, ചിലപ്പോൾ 20 ആയിരിക്കും, എത്രയോ ആവട്ടെ. 100 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അത്ര മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് ഇങ്ങനെയല്ലേ. ശരിക്കുള്ള മെത്തേഡിലൊന്നും ചെയ്യേണ്ട. ഇത് ഇങ്ങനെ മാത്രമേ ചോദിക്കൂ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇതിലില്ല. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്യേണ്ട വേർഡ് എന്താ? ഇരട്ടി. ഓക്കെ, ഇരട്ടി എന്നാണ് സ്ട്രൈക്ക് ചെയ്യേണ്ട വേർഡ്. ഡബിൾ, ഇംഗ്ലീഷിലാണെങ്കിൽ ഡബിൾ എന്നുള്ള വേർഡ്. ഓക്കെ, 3 മടങ്ങുന്നാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ 3 മടങ്ങാൻ ചോദിച്ചാൽ, ഇൻ കേസ് ചോദിച്ചാൽ 100ന് പകരം എന്താക്കി വേണം നിങ്ങളത്? 200 ആക്കണം കേട്ടോ. 200 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരെ 3 മടങ്ങാൻ ചോദിച്ചെങ്കിൽ. സാധാരണ കേസിൽ അങ്ങനെ അത് ചോദിച്ച് കണ്ടിട്ടില്ല. ഐ മീൻ നിങ്ങൾ എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ 200 ആക്കണം. ജസ്റ്റ് ഇരട്ടി എന്ന് മാത്രമേ അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചോദിച്ചാൽ 100 മാത്രം. ഇനി 3 മടങ്ങ് ചോദിച്ചാൽ 200, 4 മടങ്ങ് ചോദിച്ചാൽ 300. വേറെ ഒന്നും ചിന്തിക്കേണ്ട അതിലിപ്പോൾ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഇത് നല്ല ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളത് എന്ത് ചെയ്യുക? ഒരു മോഡലാണ് ഈ പറഞ്ഞ മോഡൽ എന്ന് പറയുന്നത്. 124, 151.
ഇത് നോക്കിയാൽ 42ാം ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചതാണ്. 6000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ എന്ത്? ഇതൊന്ന് കണ്ടുപിടിച്ചാൽ. ഇതല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് മുന്നേ. 6000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ. സാധാരണ പലിശയാണ് നിങ്ങൾക്ക് അധികം ചോദിക്കുന്നത്. അങ്ങനൊരു ഇതുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറവാണ്. കിട്ടിയോ? ഓപ്ഷൻ എ. ഒരാൾ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 50 രൂപ. ഒരു വൈകില്ല. യെസ്, 50. കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്ന സാധാരണ പലിശ കാണാം. അത് നിങ്ങൾ നോക്കണ്ടേ, ഞാൻ എപ്പോൾ പറയാറുണ്ടേ, പലിശ ഏതാണെന്ന് ആദ്യം നോക്കിയിട്ട് തുടങ്ങണം കേട്ടോ. സാധാരണ പലിശയാണ് കാണേണ്ടത്. ഇനി മാസത്തെ നിരക്കിലാണ് കാണേണ്ടത്. അപ്പോൾ മാസത്തെ നിരക്കിലാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മളെ ഇക്വേഷനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ SI = PNR/100 എന്ന് എഴുതി എന്ത് ചെയ്യേണ്ടി വരും? അതിലൊക്കെ കൊടുക്കുമ്പോൾ എന്നിന് പകരം എന്ത് ചെയ്യേണ്ടി വരും? ഒരു /12 കൂടി കൊടുക്കേണ്ടി വരും. കാരണം ഇയർ അല്ല ഇവിടെ തന്നത്. ഇനി ദിവസത്തെ കണക്കായി ചോദിച്ചെങ്കിൽ /365 കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ P പ്രിൻസിപ്പൽ എമൗണ്ട് നടന്നത് ഇവിടെ 6000 ആണ്. അപ്പോൾ 6000 ഞാൻ എഴുതി ഇൻറ്റു N. നമ്പർ ഓഫ് ഇയേഴ്സ് നടന്നത് എത്രയാണ്? ഒരു മാസം. അപ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ 1/12. അതിന് വർഷത്തേക്കാക്കുമ്പോൾ /12. ക്ലിയർ ആണേ? ഇൻറ്റു എന്താണ് പലിശ നിരക്ക്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടന്നത് 10 ആണ്. ഡിവൈഡ് ബൈ 100 ഉണ്ട്, അന്ന് മറന്നു വരുത്. ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒപ്പം ഇടുക. താഴെയുള്ള നമ്പർ ഏതാണോ അതിൻ്റെ ഒപ്പം ഇടുക. അപ്പോൾ എന്തിട്ടു? 2 0 ഇവിടുന്ന് പോയി, 2 0 ഇവിടുന്ന് പോയി. 12 60 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന ഏതാ? മുകളിൽ 5ഉം ഒരു 1ഉം ഒരു 10ഉം ഉണ്ട് ബാക്കി. അപ്പോൾ 5 × 10 ചെയ്താൽ എത്ര കിട്ടും? 50. അപ്പോൾ എത്രയാ? 50 രൂപയാണ് എന്ത്? ഒരു മാസത്തെ സാധാരണ പലിശ നടന്നത്. ക്ലിയർ ആണേ? ഇനി 5 മാസം ചോദിച്ചെങ്കിൽ ഈ 1ന് പകരം ഇവിടെ 5 കൊടുക്കേണ്ടി വരും. നിങ്ങൾ 5/12 ചെയ്യുക. 10 മാസം ഉപയോഗിക്കുന്നത് 10/12 കൊടുക്കുക. ഒന്നുമില്ല, കറക്റ്റായിട്ട് എമൗണ്ട് കിട്ടും. കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യും? ആ എമൗണ്ട് അവിടെ കിട്ടും. എല്ലാം ഒരു കാര്യം ചെയ്താൽ മതി. ഒരു വർഷത്തേക്ക് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഹരിച്ചാലും മതി കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണോ? അപ്പോൾ ഒരു മാസത്തേക്കുള്ളതെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. അങ്ങനെയും കിട്ടും. അടുത്തത് 52. ഇത് കൂട്ടുപലിശ. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പലിശൻ്റെ ഇക്വേഷൻ. ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയട്ടെ. 202. ഇത് നോക്കിയേ, ഇത് കുറച്ച് എന്താണ്, ഒരു 2 സ്റ്റെപ്പ് വീണ്ടും കുറച്ചുകൂടി ചെയ്യാനുള്ളതാണ്. ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശ കണക്കാക്കുമ്പോൾ 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? 3000 രൂപ 3600 രൂപയാകും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വായിക്കുമ്പോൾ ഇല്ല, ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്ന ഭാഗത്ത് വെച്ചൊന്ന് എന്ത് ചെയ്യുക? അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നോക്കുക ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. അതുവരെ വായിച്ചതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശ കണക്കാക്കുമ്പോൾ 5 വർഷം. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. എത്രയാ? 5. പിന്നെന്താ പറയുന്നത്? 3000 രൂപ 3600 രൂപയാകുന്നത് അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? എത്ര രൂപയാ? 3000 രൂപ. ഇവിടെ പലിശ എത്രയായിരിക്കുമോ? 3600 രൂപയാകുന്നത്. അപ്പോൾ പലിശ എത്ര കിട്ടുമോ?
സിമ്പിൾ അറുന്നൂറ്. യെസ്, അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 600 രൂപ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, 5 വർഷം കൊണ്ട് 3000 രൂപ 3600 രൂപയായി. 3600 രൂപ എന്താ അങ്ങനെയാവുന്നത്, പലിശ കിട്ടിയിട്ടാണ് ആവുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം, പി അറിയാം, എൻ അറിയാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം, 6 കണ്ടുപിടിക്കാം അല്ലേ. നമുക്ക് ആ ഇക്വേഷനിൽ 6 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാക്കി കിടക്കുന്നുള്ളൂ കണ്ടുപിടിക്കാനുള്ള ബാക്കി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാണോ, ഈ ഫസ്റ്റിലത്തെ സെൻറ്റൻസ് വായിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം പിന്നത്തെ സെൻറ്റൻസ് വായിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്ക്. പലിശ നിരക്ക് 1% വർദ്ധിപ്പിച്ചാൽ 5 വർഷത്തേക്ക് ആകെ പലിശ എത്ര രൂപയാകും? നോക്കണ്ട, ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞ് 6 അവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്താ, അത് നേരം എഴുതുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100 എന്ന് എഴുതുക. ഇവിടെ എത്രയാ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, എത്രയാ സാധാരണ പലിശ, എത്രയാ കിട്ടിയത് ആക്ക്, എന്താ 600 രൂപ. അപ്പോൾ 600 ഈക്വൽ ടു പി പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് മുതൽ എന്ന് പറയുന്നത് എത്ര രൂപയാ, 3000 ആണ്. സോ 3000 ഇൻറ്റു എൻ, നമ്പർ ഓഫ് ഇയേഴ്സ് നടന്നത് എത്ര വർഷത്തേക്കായി 3000 നിന്ന് 3600 ആയത്, 5 വർഷം കൊണ്ടാണ്. അപ്പോൾ 5 ഇൻറ്റു 6 അറിയുമോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ആ 4 എണ്ണത്തിൽ 3 എണ്ണം തരും, ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക, ഡിവൈഡ് ബൈ 100. അപ്പോൾ എത്ര ഉണ്ടാവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടന്നത്, 100ൽ 2 പൂജ്യം ഇവിടുന്ന് പോയി. ക്ലിയർ ആണേ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ 6 അവിടെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെയാണ് ഉള്ളത്, ഒരു 30 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പോൾ 600ൻ്റെ താഴോട്ട് പോകും ഈ 30ഉം 5ഉം. ക്ലിയർ ആണേ. അരിച്ചു നോക്കണേ, നിങ്ങൾക്ക് നിങ്ങളതായ മെത്തേഡിൽ തന്നെ അരിക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ മെത്തേഡായിരിക്കും വെട്ടുന്നതിനൊക്കെ. അപ്പോൾ 600ൽ 30 എത്ര പ്രാവശ്യം പോകും, ഒന്നുമില്ല, 30 60ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ 20 എന്ന് വരും അവിടെ. പിന്നെ ബാക്കി വരുന്നത് 20 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ എത്രയാ, 4. അപ്പോൾ നോക്കി, ഈ ആദ്യത്തെ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4%. അതായത് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുക, 5 വർഷം കൊണ്ട് 3000 രൂപ 3600 രൂപയാവുക. ക്ലിയർ ആണേ. അതാണ് നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് കിട്ടിയത്. പിന്നെ അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, പലിശ നിരക്ക് 1% വർദ്ധിപ്പിച്ചാൽ. അപ്പോൾ 1% വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ, 4%ൽ എത്ര ശതമാനമാവും, എത്രയാവും, 5% ആവും. അപ്പോൾ പലിശ നിരക്ക് 5% ആയാൽ 5 വർഷത്തേക്ക് ആകെ പലിശ എത്രയാകും, കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾ ആകെ പലിശ കാണേണ്ടത് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണേണ്ടത് ഇവിടെ PNR/100 നോക്കുക, നേരെ കൊടുക്കുക. ഓക്കെ, ഇതിലുള്ള എല്ലാം അറിയാം, PNR/100 എല്ലാം അറിയാം. പി എന്ന് വെച്ചാൽ 3000, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 5 വർഷം, ആർ എന്ന് വെച്ചാൽ ഇപ്പോൾ 1% വർദ്ധിപ്പിച്ചു, അപ്പോൾ 5% ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. എത്ര കിട്ടുമോ, 750. യെസ്, എത്ര കിട്ടുമോ, 750. അപ്പം പി എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല, ഇതിൽ കൊടുക്കും ഓരോന്നായിട്ടോ, സിമ്പിളാണ്. അപ്പോൾ 2 സെൻറ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ് അതിലെന്തോന്ന് മിസ്സായിട്ടുണ്ടാവും. അതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഹിൻറ്റ്, അത് കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചിട്ട് അതിലെന്താണോ മിസ്സായിട്ടുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, രണ്ടാമത്തെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ, ശരിക്കും ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ പി നടന്നത് ഒന്നുമില്ല, പി നടന്നത് 3000 ആണ്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. 3000, എൻ നടന്ന എത്രയാ, 5 വർഷം. അതൊക്കെ രണ്ടാമത്തെ സെൻറ്റൻസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, 5 വർഷത്തേക്കെന്ന് പറയുന്നുണ്ട് കറക്റ്റ്. 5 ഇൻറ്റു 6 എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറിയിട്ടുണ്ട്, 1% വർദ്ധിപ്പിച്ചു. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 തന്നെ ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ബൈ 100 ചെയ്താൽ 2 പോയി 30 ഇൻറ്റു 25 എന്ന് വരും അല്ലേ. 30 ഇൻറ്റു 25 എന്ന് പറയുന്നത് എത്രയാ, 3 ഇൻറ്റു 25 75. അപ്പോൾ 75 ഒരു 0 ഉണ്ടാവും, 750. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ മെയിനായിട്ട് നിങ്ങളിപ്പോൾ പഠിച്ച കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് അങ്ങനെ ഒന്നും ചോദിച്ചാൽ കാണില്ല. കേട്ടിട്ട് അങ്ങനെ ഈ ഒരു ടൈപ്പ് ഒന്നും ചോദിച്ചാൽ കാണില്ല. ഈ ഒരു ടൈപ്പൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ചോദിച്ച മോഡൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 ഇക്വേഷൻ കേട്ടോ ഓർത്തോക്കാനുള്ളത്. 2 ഇക്വേഷൻ ഏതൊക്കെ? ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇരട്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സോ ചോദിക്കുക. പലിശ നിരക്കോ അല്ലെങ്കിൽ എത്ര വർഷത്തേക്കോ എന്നാണ് ചോദിക്കുക. ഒന്നുമില്ല, എന്ത് ചോദിച്ചാലും അതിൽ 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി? 100നെ ആ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പം നമ്പർ ഓഫ് ഇയേഴ്സാണ് ചോദിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യുക? 100/n ചെയ്യുക. ഇനി നമ്പർ ഓഫ് ഇയേഴ്സാണ് ചോദിച്ചെങ്കിൽ 100/6 ചെയ്യുക. അപ്പോൾ 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി? 100നെ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതുകൊണ്ടങ്ങ് ഹരിച്ചാൽ നിങ്ങൾക്കുള്ള ആൻസർ കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ എന്ത് വേണം? ഇരട്ടി എന്ന് ചോദിക്കണം കേട്ടോ. 3 ഇരട്ടിയാകുമ്പോൾ 100 എന്നുള്ളത് 200 മാറും. 3 ഇരട്ടി 4 ഇരട്ടി ഒന്നും ചോദ്യം അങ്ങനെ കാണില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ സാധാരണ പലിശയാണ് എത്തിയേണ്ടത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണേ? അടുത്ത കൂട്ടുപലിശൻ്റെ കേസ് പറയുകയാണ്. കൂട്ടുപലിശ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടുള്ളൂ മുന്നേ. കൂട്ടുപലിശ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ആ, 2.5 വർഷത്തേക്കൊക്കെ എന്നും പറഞ്ഞ് ചോദിക്കത്തില്ല. അപ്പോഴും എങ്ങനെയാ ചെയ്യേണ്ടത്? 2.5 വർഷത്തേക്കുള്ള പലിശയാണോ? 2.5 വർഷത്തേക്കുള്ള ഒന്നുമില്ല. 2.5 എന്നുള്ളത് 2.5 എന്നിടുക അവിടെ എന്നിന് പകരം. 2.5 ഇട്ടിട്ട് നമ്മള് വേണ്ടല്ലേ, ഡിവൈഡഡ് ബൈ ഒന്നും കൊടുക്കണ്ടല്ലേ? വേണ്ട, അവിടെ വർഷം കറക്റ്റ് ആയിട്ട് വർഷം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ 2.5 വർഷം തന്നെ കൊടുക്കുന്നുണ്ട്, 2.5 വർഷം തന്നെ കാര്യം. അത് മാസത്തിന്റെ കേസിലാവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? 12 ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പം 2 വർഷമോ 3 മാസമോ എന്നുള്ള കേസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ 2 വർഷം, പക്ഷെ 3 മാസത്തിന് എന്ത് ചെയ്യേണ്ടി വരും? അതും കൂടി വർഷത്തിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ 3 മാസത്തിന് എന്ത് ചെയ്യേണ്ടി വരും? വർഷത്തിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ 3 മാസത്തിൽ എങ്ങനെയാണ് വർഷത്തിലേക്ക് മാറ്റുക? 3/12 ചെയ്യണം. അപ്പോൾ 3/12 ചെയ്യാൽ 1/4 എന്ന് കിട്ടും. 1/4 വർഷമാണ്. ഓക്കെ. അപ്പോൾ 2 വർഷം പ്ലസ് 1/4 വർഷം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇത് രണ്ടും കൂടി കൂട്ടുക, 2 പ്ലസ് 1/4. അപ്പോൾ 2 × 4 8 പ്ലസ് 1 9/4 എന്ന് കിട്ടും. അപ്പോൾ അവിടെയുള്ള വർഷം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വർഷത്തിൻ്റെ എന്നിൻ്റെ സ്ഥാനത്ത് ചേർക്കേണ്ടത്, നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ സ്ഥാനത്ത് ചേർക്കേണ്ടത് 9/4 ആയിരിക്കും. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൽ കാണലില്ല. എന്നാലും ഇപ്പോൾ 2 വർഷം 3 മാസം എന്നങ്ങനെ ചോദിച്ചാൽ 2 വർഷം ഓക്കെ ആയി. പക്ഷേ 3 മാസത്തിന് ചോദിച്ചാൽ 3 മാസത്തിന് എന്തിലേക്ക് മാറ്റണോ? വർഷത്തിലേക്ക് മാറ്റണോ? അപ്പോൾ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ /12 ചെയ്യുക. അപ്പോൾ 3/12 ചെയ്താൽ 1/4 എന്ന് കിട്ടും. അപ്പോൾ 1/4 വർഷമാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 1/4 വർഷമല്ല, ഓൾറെഡി 2 വർഷം ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 + 1/4 ചെയ്യാം. അങ്ങനെ 2 + 1/4 ചെയ്താൽ 9/4 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? എന്നിൻ്റെ സ്ഥാനത്ത് 9/4 എന്ന് എന്ത് ചെയ്താൽ മതി? അവിടെ കൊടുത്താൽ മതി. ക്ലിയർ? ഇപ്പോൾ 2.5 വർഷം എന്നൊക്കെ കറക്റ്റ് എന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് 2.5 നേരെ ഇട്ടാൽ മതി, കറക്റ്റായിട്ട് വർഷം തരുവാണെങ്കിൽ. അത് വളരെ എളുപ്പമാണ്. മാസമോ ദിവസമോ തന്നാൽ മാത്രമേ എന്ത് ചെയ്യണ്ടോ? ഡിവൈഡ് ചെയ്യണ്ടോ. ഓക്കെ ആണേ? ഇനി നോക്ക്, ജസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് ഞാനൊന്ന് പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനൊക്കെ ചാൻസ് കുറവാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ സാധാരണ പലിശ കാണുന്നില്ല. ഇപ്പോൾ 5 വർഷത്തേക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 5 വർഷത്തേക്കുള്ള പലിശ കാണുന്നത്. ആ പലിശ എന്താ? അതിൻ്റെ ഒരു കാര്യം എന്താ അറിയോ? 1 വർഷത്തേക്ക് കണ്ടാൽ ചിലപ്പോൾ 10 രൂപയാണ് കിട്ടുന്നെങ്കിൽ 2 വർഷത്തേക്കാണെങ്കിൽ 10 × 10 20 ആയിരിക്കും. 3 വർഷത്തേക്കാണെങ്കിൽ 10 × 10 30 രൂപയായിരിക്കും.
അതായത് ഓരോ വർഷം കിട്ടുന്ന പലിശ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശയുടെ പ്രത്യേകത. ആദ്യത്തെ വർഷം 10 രൂപയാണെങ്കിൽ രണ്ടാമത്തെ വർഷവും 10 വെച്ച് കിട്ടും. അതായത് 2 വർഷം ആകുമ്പോൾ 10, ആദ്യത്തെ വർഷത്തെ 10, രണ്ടാമത്തെ വർഷത്തെ 10. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും? 20 രൂപ പലിശ കിട്ടും. 3 വർഷം കഴിയുമ്പോൾ 30 രൂപ പലിശ കിട്ടും. കാരണം ആദ്യത്തെ 3 വർഷത്തെ 10 ചേർത്തിട്ട്. പക്ഷേ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസാണെങ്കിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് കൂട്ടുപലിശയുടെ കേസാണെങ്കിലില്ല, ഈ ആദ്യത്തെ വർഷത്തെ 10 രൂപ പലിശ കിട്ടിയാലില്ല. ഇപ്പം 100 രൂപയാണ് നിങ്ങൾ ഇടുന്നതെന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ ബാങ്കിൽ 100 രൂപ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തോ? നിങ്ങളവിടെ ഡെപ്പോസിറ്റ് ചെയ്താണ് 10 രൂപ എന്ത് ചെയ്തോ? 10 രൂപ ഒരു വർഷം കഴിയുമ്പോൾ കിട്ടി. അപ്പോൾ സാധാരണ പലിശയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ വർഷം കിട്ടുന്നു 10 രൂപ, മൂന്നാമത്തെ വർഷം കിട്ടുന്നതൊക്കെ 10 രൂപയായിരിക്കും. പക്ഷെ കൂട്ടുപലിശയിലാണ് ഇടുന്നതെങ്കിലുള്ള പ്രത്യേകത, രണ്ടാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യുക ഈ 100നെ വെച്ചായിരിക്കില്ല പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യത്തെ വർഷം കിട്ടിയ 10 രൂപ പലിശ കിട്ടിയിട്ടില്ല, ആ പലിശയും കൊണ്ട് എന്ത് ചെയ്യും? ഇതിനോട് കൂട്ടും. അപ്പോൾ 100ഉം 10ഉം കൂട്ടി എത്രയായിരിക്കും? 110നെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആണ്? അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഒന്നാമത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും പലിശയും കൂടി കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആ മൂന്നാമത്തെ വർഷത്തെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് കൂട്ട്. അത് പേര് തന്നെ ഉണ്ട്, കൂട്ട് പലിശ. അതായത് കൂട്ടിയിട്ടാണ്, അതായത് മുന്നേ എത്ര പലിശ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ പലിശയും കൂടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ പുതിയ പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആണ്? അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തത്. മെയിനായിട്ട് ഈക്വേഷൻ വെച്ചിട്ടൊന്നും നമ്മൾ അത്ര ഒന്നും ചെയ്യാറില്ല. ഇക്വേഷൻ വെച്ചിട്ടല്ല ശരിക്കും എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഒരു മെത്തേഡ് നോക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെന്ന് അറിയില്ല. ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോ. ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാണുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു ബോക്സ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, കൂട്ടുപലിശ കാണുന്ന കൂട്ടുപലിശ 1 to 1 ആണോ സാറേ? 1 to 1 എന്ന് പറയുന്നത് വെച്ചിട്ട് ചെയ്യുന്ന ആ രീതിയാണോ? അതെ, ആ രീതി തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 100% രൂപയാണ് കേട്ടോ. 100 രൂപ നിങ്ങൾ ലോൺ എടുത്തു. ഓക്കെ, 100 രൂപ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് എന്ത് ചെയ്യാണ്? ഇപ്പം 5% പലിശ. ഓക്കെ, 100 രൂപ 5% പലിശ. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള എന്ത് കാണണം? കൂട്ടുപലിശ കാണണം. 2 വർഷത്തേക്ക് കൂട്ടുപലിശ കാണണം. അപ്പോൾ 2 വർഷത്തേക്ക് കൂട്ടുപലിശ കാണണമെങ്കിൽ നിങ്ങളെല്ലാം പോയി ഈ 3 ബോക്സ് വരക്കണം. ഓക്കെ, എപ്പോഴും കൂട്ടുപലിശ വലിയൊരു എമൗണ്ട് ഇതിൽ ചോദിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ കൂട്ടുപലിശ ഒന്നും ഒരിക്കലും ചോദിക്കില്ല. കാരണം അത് കണ്ടുപിടിക്കുക വെച്ചാൽ വലിയ പ്രോസസ്സാണ്. കാരണം എന്ന് വെച്ചാൽ മുന്നേ തന്നിരിക്കുന്ന പലിശ കണ്ടുപിടിച്ച് അങ്ങനെ പോവാണല്ലേ കണ്ടുപിടിച്ചിട്ട് പോകുന്നത്. സാധാരണ പലിശ അങ്ങ് നേരെ എന്ത് ചെയ്താൽ മതി? PNR/100 എന്നിൻ്റെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടുമോ? 6 വർഷത്തേക്കുള്ള കിട്ടും. ഇവിടെ അതേപോലെയല്ല. ആ ഇക്വേഷനിൽ നോക്കി നിങ്ങൾ, ഇവിടെ n കിടക്കുന്ന എവിടെയാണ്? ഈ ഒരു ഇക്വേഷനിൽ അങ്ങ് മുകളിലാണ്. അപ്പോൾ മുകളിൽ എന്ന് പറയുമ്പോൾ അത്രയും ഗുണിക്കേണ്ടി വരും. അപ്പോൾ 2ഓ 3ഓ മാക്സിമം 3 മാത്രമേ എന്ത് ചോദിക്കുമോ? കൂട്ടുപലിശ കാണുന്ന വർഷം ചോദിക്കും. അപ്പോൾ 2 വർഷം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ബോക്സ് വരക്കുക. ഇതുപോലെ വരക്കണം. ഓക്കെ, ആദ്യം ഒരു ബോക്സ്. ക്ലിയർ ആണേ? അടുത്തത് 2 ബോക്സ്. ഇനി 3 വർഷം ചോദിച്ചെങ്കിൽ താഴെ ഒരു 3 ബോക്സ് കൂടി, ഇതുപോലെ ഒരു 3 ബോക്സ് കൂടി വരക്കേണ്ടി വരും. ഇതുപോലെ ഇങ്ങനെ ഒരു 3 ബോക്സ് കൂടി. മിക്കവാറും നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ ഇവിടെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. ആ 3 വർഷത്തേക്കുള്ള 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ജസ്റ്റ് പെട്ടെന്ന് പറയാം, സിമ്പിളാണ് സംഭവം. എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആ പ്രിൻസിപ്പൽ എമൗണ്ട് ഇല്ലേ, ഇപ്പം 100 രൂപ. 100 രൂപേൻ്റെ 5%. എത്രയാണോ പലിശ നോക്കുക? 5%. അതിവിടെ എഴുതുക ആദ്യത്തെ ബോക്സിൽ. അപ്പോൾ 100ൻ്റെ 5% എന്ന് വെച്ചാൽ എത്രയാ? 5. ഓക്കെ ആണേ? 100ൻ്റെ 5% ഇവിടെ എഴുതുക. ഇനി തൊട്ട് താഴത്തെ ബോക്സ് ഉണ്ടല്ലോ, അതിൽ മുകളിൽ എത്രയാണോ എഴുതിയത് അത് തന്നെ സെയിം ആയിരിക്കും താഴെ വരുന്നത്. 5. മുകളിൽ എത്രയാണോ എഴുതിയത് സെയിം ആയിരിക്കും താഴത്തെ ബോക്സിൽ വരുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, വലത് സൈഡിൽ അവസാനത്തെ ബാക്കി കിടക്കുന്ന ബോക്സ്. ഇവിടെ എഴുതേണ്ട എന്താ? 5ൻ്റെ 5% കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന വലിയ എമൗണ്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 100 രൂപയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 1000 രൂപയായിരിക്കും. അപ്പോൾ പലിശ ശതമാനം കണക്കാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ ഇപ്പോൾ 5ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണക്കാക്കുക? 5ൻ്റെ 5% എത്രയാ? 5 × 5/100. ഓക്കെ,
അപ്പോൾ എത്ര വരുമോ? 25/100. അപ്പോൾ 0.25 എന്ന് വരും കേട്ടോ. അപ്പോൾ 0.25. അപ്പോൾ ഈ 3 ബോക്സ് ഫില്ല് ചെയ്താൽ ആ 3 ബോക്സിലെ എമൗണ്ട് കൂട്ടാം. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 5 10, 10 പിന്നെ 0.25. അപ്പോൾ 10.25 എന്ത്? 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. ഓക്കെ. അപ്പോൾ എന്താ, ഞാനൊന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണേ. കൂട്ടുപലിശ ചോദിച്ചാലുള്ള കേസ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും എങ്ങനെയാണ് കാണുന്നല്ലോ, നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമിന് വേറെ ഇപ്പോൾ കേട്ടൊക്കെ കഴിഞ്ഞിട്ട് PSC ഒക്കെ എഴുതുന്നതാണെങ്കിൽ കൂട്ടുപലിശ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 ബോക്സ് വരക്കുക. ഒന്നുമില്ല, 3 ബോക്സ് വരക്കുന്നത് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഈ സംഭവം എന്ന് പറയുന്നത്, ഇത് ആദ്യത്തെ വർഷത്തേക്കുള്ള ബോക്സ്, ഇത് രണ്ടാമത്തെ വർഷത്തേക്കുള്ള ബോക്സ്. ആദ്യത്തെ വർഷം 1 ബോക്സ്, രണ്ടാമത്തെ വർഷം 2 ബോക്സ്. ഇനി 3ാമത്തെ വർഷം കൂടി ഉണ്ടെങ്കിൽ 3 വർഷത്തേക്കാണെങ്കിൽ താഴെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 3 ബോക്സ് കൂടി വരക്കേണ്ടി വരും. ക്ലിയർ? ഇനി പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് നോക്കുക, പലിശ എത്രയാണ് നോക്കുക. ഇപ്പം 100 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, 5% പലിശയെങ്കിൽ ആ 100 രൂപയുടെ 5% ആദ്യത്തെ ബോക്സിലേക്ക് എഴുതുക. ക്ലിയർ ആണേ? ഇനി 1000 രൂപയാണുള്ളത്, 20% പലിശ നിരക്കെങ്കിൽ 1000ൻ്റെ 20% എത്രയാണോ അത് ആദ്യത്തെ ബോക്സിൽ എഴുതുക. നേരെ തൊട്ട് താഴെ അത് തന്നെ എമൗണ്ട്, ആ മുകളിലത്തെ ബോക്സിൽ എഴുതിയ എമൗണ്ട് എത്രയാണോ അത് തന്നെ തൊട്ട് താഴെ എഴുതുക. ഇനി ബാക്കിയുള്ളവർ ഇപ്പോൾ 2 വർഷത്തേക്കാണ്, ബാക്കി 1 ബോക്സേ കാണും പിന്നെ. അപ്പോൾ അടുത്ത ബോക്സിലേക്ക് എഴുതേണ്ട എന്താ? ആ മുകളിലെ ബോക്സിൽ എഴുതിയതിൻ്റെ എത്രയാണോ പലിശ നിരക്ക് നോക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ്? 5%. അപ്പോൾ 5ൻ്റെ 5% ഇവിടെ എഴുതുക അടുത്ത ബോക്സിൽ. അപ്പോൾ എത്ര കിട്ടും? 0.25 എന്ന് കിട്ടും. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, പെട്ടെന്ന് കഴിയും ഇത്. ഈ മെത്തേഡിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലില്ലേ, നോക്കേ, ഇവിടെ P കൊടുത്ത് 100 കൊടുത്ത് 6 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ എന്തുണ്ടാവും? എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 2 വർഷമായിരിക്കുമല്ലോ. അപ്പം നിങ്ങളത് സ്ക്വയർ ചെയ്യുമ്പോൾ കുറേ ടൈം അവിടെ പോവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ ഒക്കെ. റെഡി? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കി നോക്കുക. എന്നാൽ ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് 10% കൂട്ടുപലിശ കണക്കാക്കുന്നൊരു ബാങ്കിൽ മനു 5000 രൂപ നിക്ഷേപിക്കുന്നു. ജസ്റ്റ് ഇതൊന്ന് വായിച്ചാട്ടെ. 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ മനു 5000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷത്തിന് ശേഷം നോക്കിക്കോളെ. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം കൂട്ടുപലിശ. അപ്പോൾ എങ്കിൽ 2 വർഷത്തിന് ശേഷം മനുവിന് എന്ത് തുക തിരികെ ലഭിക്കുന്ന ചോദിക്കുന്നത്? ഒന്നുമില്ല, തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? പലിശയും ആ ഒരു നിക്ഷേപിച്ച എമൗണ്ടും കൂടിയായിരിക്കും അല്ലേ തിരികെ ലഭിക്കുക. അപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ എത്ര ബോക്സ് വരക്കണോ? ഇത് 1 വർഷത്തേക്കുള്ള ബോക്സ്, ഇത് 2 വർഷത്തേക്കുള്ള ബോക്സ്. പെട്ടെന്ന് കഴിയും. ആദ്യത്തെ ബോക്സിൽ എന്താ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 5000. 5000ൻ്റെ എത്ര ശതമാനം എഴുതണോ? വേഗം പറ. 10%. അപ്പോൾ എത്ര ഉണ്ടാവും? അത് 500. അപ്പോൾ 500 മുകളിലത്തെ ബോക്സിൽ എഴുതുക. അത് എത്രയാണോ അത് തന്നെ താഴത്തെ ബോക്സിൽ എഴുതുക. 500. ഇനി അടുത്ത ഒരു ബോക്സ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 500ൻ്റെ എത്ര ശതമാനം എഴുതണ്ടേ ഇനി ഈ ബോക്സിൽ? 10%. അപ്പോൾ എത്ര ഉണ്ടാവും? അത് 500ൻ്റെ 10%. എത്രയാ? 50 അല്ലേ? 500 10% കാണാൻ ജസ്റ്റ് ലാസ്റ്റുള്ള ഒരു 0 ഒഴിവാക്കിയാൽ മതി. പെർസെൻറ്റേജ് കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ 0 ഒഴിവാക്കി കഴിഞ്ഞാൽ 500ൻ്റെ 0 ഒഴിവാക്കിയാൽ 50 ആവും. ഇനി പറഞ്ഞേ എത്രയാ കൂട്ടുപലിശ? അതെല്ലാം കൂടി കൂട്ടുക. ഓപ്ഷൻ ഡി. കൂട്ടുപലിശ എന്ന് പറയുന്നത് 500 കൂട്ടുക, 50 കൂട്ടുക. 500 1000 1050. 1050 കൂട്ടുപലിശ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന കൂട്ടുപലിശ കാണാനല്ല, മനുവിന് എന്ത് തുക തിരികെ ലഭിക്കുന്ന ചോദിക്കുന്നത്. അതായത് തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് മൂപ്പര് നിക്ഷേപിച്ചതും പിന്നെ കൂട്ടുപലിശയായിരിക്കും. അപ്പോൾ 5000 പിന്നെ കൂട്ടുപലിശയായി കിട്ടിയ 1050 ഉണ്ടാവും. അപ്പോൾ 6050 രൂപ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് തിരികെ ലഭിക്കും. ഓക്കെ. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത അപ്പം നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി എങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും പെട്ടെന്ന് കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്, ബോക്സ് മെത്തേഡ്. ഓക്കെ. 3 വർഷമാകുമ്പോൾ താഴെ 3 ബോക്സ് വരും കേട്ടോ.
3 വർഷത്തെ കേസൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാത്തത്. മൂന്ന് വർഷമാണ് വരുന്നതെങ്കിൽ 50 ഒന്നുകൂടെ ചെയ്യണം അല്ലേ? 3 വർഷമാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. 3 വർഷമാകുമ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 2 വർഷത്തേക്കുള്ള ഒരു പ്രശ്നമില്ല. ഇത് 2 ബോക്സ് ഇങ്ങനെ 2 ബോക്സ് വരും. 3 വർഷമാകുമ്പോൾ താഴെ 3 ബോക്സ് വന്നില്ലേ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്ന ബോക്സിൽ മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ 5 എഴുതിയെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം താഴെ എഴുതുമ്പോൾ. വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ ഇപ്പോൾ ഞാനിപ്പം 50 എഴുതിയെന്നായിരിക്കും, എല്ലാത്തിലും എന്തായിരിക്കും താഴോട്ടുള്ള എല്ലാത്തിലും 50 തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ 10% വിചാരിക്കുക പലിശ, 10% പലിശ. ഇപ്പോൾ 500 വിചാരിക്കുക, 500 പ്രിൻസിപ്പൾ. അപ്പോൾ 500ൻ്റെ 10% ഞാൻ ഇതിലെഴുതി 50 എഴുതി. അപ്പോൾ ആദ്യത്തെ 3 ബോക്സിൽ 50 50 50. പിന്നെ വലത് സൈഡിൽ ഈ കിടക്കുന്ന ബോക്സിൽ നിങ്ങൾക്കറിയാം 2 വർഷമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 50ൻ്റെ 10% 5 എഴുതും. പിന്നെ ഈ ബോക്സിലാണ് ഒരു ചെറിയൊരു മാറ്റം വരുന്നത് 3 വർഷത്തേക്കാകുമ്പോൾ. ആ തൊട്ട് മുകളിൽ എഴുതിയ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 2 മടങ്ങ് എടുക്കണം. അപ്പോൾ ഇവിടെ 5 എടുത്തെങ്കിൽ അതിൻ്റെ ഇരട്ടി, അപ്പോൾ എത്ര ഉണ്ടാവും, 10 എന്നുണ്ടാവും. വേറെ ഒരു വ്യത്യാസമില്ല. അടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, 5ൻ്റെ 10% കണ്ടുവരും. 5ൻ്റെ 10% എന്ന് വെച്ചാൽ 0.5 5ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എത്രയായിരിക്കുമോ, 3 വർഷത്തേക്കുള്ള 500 രൂപയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ന് പറയുന്നത് എത്രയായിരിക്കുമോ, 50 100 150 150 കഴിഞ്ഞിട്ട് എത്രയാ, 155 165 165.5. ഓക്കെ, ആ ബോക്സിലെല്ലാം കൂടി കൂട്ടുക. ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു മിനിമം ഒരു 3-4 മിനിറ്റ് എന്തായാലും എടുക്കേണ്ടി വരും. കാരണം അത് മുകളിൽ റേസ് ടു 3 എന്നൊക്കെ വരും. അപ്പോൾ 3 പ്രാവശ്യമൊക്കെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കാര്യം ഓർമ്മിക്കണം, ഇവിടെ എല്ലാവർക്കും ഈ ഒരു കാര്യം ഓർമ്മിക്കണേ. 3 വർഷത്തേക്കുള്ളതിൽ കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ഈ നടുവിലുള്ള ഈ ഒരു ബോക്സ്, ലാസ്റ്റിലത്തെ കോളത്തിലുള്ള ഈ ഒരു ബോക്സ്, നടുവിലത്തെ ബോക്സിലേക്ക് വരുന്നത് മുകളിലുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ടൈമില്ല. അതുകൊണ്ടാണ് ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു വർഷം കിട്ടുന്ന ഇതിപ്പോൾ ആദ്യത്തെ വർഷം 50, അപ്പോൾ രണ്ടാമത്തെ വർഷം ഇപ്പോൾ 500 രൂപക്കാണ് ആദ്യത്തെ വർഷം 50 രൂപ പലിശ കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം ഈ 500 രൂപക്കുള്ള പലിശയും കിട്ടും, ഈ 50 രൂപക്കുള്ള പലിശയും കിട്ടും. അതാണ് ഈ കാണിക്കുന്നത്. മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഈ 500 രൂപക്കുള്ള പലിശയും കിട്ടും, പിന്നെ ആദ്യത്തെ 50 രൂപക്കുള്ള പലിശ കിട്ടും. അതാണ് ഈ 2 ഇൻറ്റു എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വർഷത്തെ 5 രൂപക്കുള്ള പലിശ ഇവിടെയും കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൺസെപ്റ്റ് ഒന്നും ഓർത്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി, 3 വർഷത്തേക്കുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്തിച്ചാൽ മതി. മിനിമം 2 വർഷത്തേക്കുള്ള എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു നോക്കണം. അതിനെ 1 3 3 1 ഇട്ട് ചെയ്യാൻ പറ്റുമോ? അത് എളുപ്പമാണ്. അതെ 1 3 3 1 ഇട്ട് ചെയ്യുന്ന ആ മെത്തേഡ് തന്നെയാണ് ശരിക്കും ഇത്. നിങ്ങളത് ആ മെത്തേഡ് അറിയെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തു കേട്ടോ. ആ മെത്തേഡ് അറിയെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് തന്നെ ഫോളോ ചെയ്തോ. നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ടൈം കുറച്ചിട്ട് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്ന ഏത് മെത്തേഡാണോ ഏറ്റവും ബെസ്റ്റ്, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ അത് ഞാൻ പറയുന്ന മെത്തേഡ് എന്നല്ല, ആര് പറഞ്ഞാൽ നിങ്ങൾക്കത് വേറെ ഏതെങ്കിലും മെത്തേഡ് കണ്ടുപിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യണം. ടൈം കുറച്ചിട്ട് ആൻസർ കിട്ടുക, അതാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു കൂട്ടുപലിശൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു ഐഡിയ കിട്ടും അത് കുറച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യും, ഇട്ട് തരും. കുറച്ച് ഗ്രൂപ്പിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണേ, നിർബന്ധമാണേ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്കിതിൽ? ക്ലാസ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ.